നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ മതിലകം സെന്ററിനടുത്ത് KSRTC ബസും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് കുട്ടികൾ ഉൾപ്പെടെ 25ഓളം പേർക്ക് പരിക്ക്. എറിയാട് യുവസാറിൽ കഴിഞ്ഞ രാത്രി പോലീസ് ജീപ്പ് ആക്രമിച്ചവരെ തിരിച്ചറിയാനായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ സജീവം. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതയിൽ മതിലകം സെന്ററിനടുത്ത് KSRTC ബസും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച 25ഓളം പേർക്ക് പരിക്ക്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനടുത്ത് ഞായറാഴ്ച രാവിലെ 10:15 അപകടം. തിരുവനന്തപുരത്ത് നിന്നും മലപ്പുറത്തേക്ക് നൃത്ത പരിപാടിക്കായി പോയി മടങ്ങുകയായിരുന്ന സംഘത്തിന്റെ ട്രാവലർ വാനും എറണാകുളത്ത് നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസുമാണ് അപകടത്തിൽപ്പെട്ടത്. ട്രാവലറിന്റെ ഡ്രൈവർ രാജീവ്, യാത്രക്കാരായ രാജശ്രീ, ആശ, റാണി, അമ്മിണി, ഗൗരി ദർശന, അഞ്ജു, അശ്വതി, ഗൗരി, ഗോപി, ജ്യോതി എന്നിവർക്കും ബസ് യാത്രക്കാരായ നീന പ്രദീപ്, ആതിര, പ്രസാദ്, അഖീഷ്, ബാബു, ഫാത്തിമ, മുഹമ്മദ് ഇസ്മായിൽ, സെയ്ദ് മുഹമ്മദ്, ഉമ്മുക്കുൽസു, സബിത എന്നിവർക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെയെല്ലാം കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലൈഫ് ഗാർഡ്സ് പ്രവർത്തകരും ആക്ട്സ് പ്രവർത്തകരും നാട്ടുകാരും പോലീസും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത്. ടയർ പൊട്ടിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മിനി ലോറിയെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം തെറ്റിയ ബസ് ട്രാവലറിൽ ഇടിക്കുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. ട്രാവലർ ഡ്രൈവർ രാജീവിന്റെ പരിക്ക് സാരമുള്ളതാണ്. അപകടത്തിൽ ട്രാവലറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ സജീവം. LDF കൈപ്പമംഗലം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. പെരിഞ്ഞനത്ത് നടന്ന കൺവെൻഷൻ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സഖാവ് VT ടൈസൺ മാഷ്, നമ്മൾ ആരും അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. CPIയുടെ മണ്ഡല സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല, ഈ പ്രദേശത്തെ എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിലും സജീവ സാന്നിധ്യമായിട്ടുള്ള മാഷ് നേരത്തെ ഈ പ്രദേശം അടങ്ങുന്ന ഡിവിഷനിൽ എല്ലാ ജില്ലയിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് പോവുകയും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വളരെ മികച്ച പ്രവർത്തനം നടത്തി ജനങ്ങൾക്കിടയിൽ വളരെയേറെ സ്വീകാര്യത നേടിയിട്ടുള്ള ആളാണ് ടൈസൺ മാഷ്. അപ്പുറത്ത് മത്സരിക്കുന്ന സഖാവ് CK നൗഷാദ് കൈതൊളപ്പിലാണെങ്കിലും ഇതുപോലെ കഴിഞ്ഞ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിക്കുകയും ആ പ്രദേശത്ത് മാത്രമല്ല, ആ പഞ്ചായത്തിൽ മാത്രമല്ല, എല്ലാ DYFIയുടെ നേതാവ് എന്ന നിലയിലും ഒക്കെ ആ പ്രദേശത്തെ പൊതുജനങ്ങൾക്കിടയിൽ സർവരാലും സ്വീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറിയിട്ടുള്ള ആളാണ് നൗഷാദ്. PK ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. KS മുഹമ്മദ്, NE ഇസ്മായിൽ മാസ്റ്റർ, KV രാജേഷ്, മിനി ഷാജി, PV മോഹനൻ എന്നിവരും സംസാരിച്ചു. BJP എടത്തിരുത്തി പഞ്ചായത്ത് കൺവെൻഷൻ എടത്തിരുത്തി പ്രിയദർശിനി ഹാളിൽ നടന്നു. BJP കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി പ്രശാന്ത് ലാൽ ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിലെ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ, അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് വാർത്ത ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ 1.5 വർഷം പിന്നിടുന്ന ഭരണ നേട്ടങ്ങള്, ആ വികസന തുടർച്ചയ്ക്കുള്ള അംഗീകാരം, അതിലുപരിയായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന 30 വർഷം ഭരിച്ച LDF ആഴ്ചയെ 30 വർഷം ഭരിച്ച UDFന്റെ നേതൃത്വത്തിലുള്ള ഈ മുന്നണി ഭരണം, അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇടത്തിലെത്തി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFന്റെ നേതൃത്വം കൊടുക്കുന്ന ഈ മുന്നണികളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പില് ഈ സാധാരണക്കാരായ ഇടത്തിലെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് എന്തു ചെയ്തു എന്നുള്ള ചോദ്യചിഹ്നം ഈ സമയത്ത് മുന്നിലിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ 4 വർഷം പിന്നിട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് കോവിൽ അധ്യക്ഷനായി. RSS ജില്ലാ കോർഡിനേറ്റർ ധനേഷ്, KR രാഗേഷ്, സുനിൽ, സുഹാസ്, നാഥൻ കോലാന്ദ്ര, KM മഹേഷ് എന്നിവരും സംസാരിച്ചു. BJP പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷൻ BJP സംസ്ഥാന സമിതി അംഗം B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതിൽ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, അതിൽ മാധ്യമങ്ങളുണ്ട്, എല്ലാവരും
ഏത് മാധ്യമം എടുത്താലും എല്ലാത്തിലും ബീഫ് 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 ബീഫ്. ഇവര് പറയുന്ന കേട്ട ഇവര് വിചാരിക്കുന്നത്, ഇവര് പറയുന്നത് കേട്ട ഈ BJP-ക്കാരും ബീഫ് കഴിക്കില്ലെന്ന്. ഇവരൊക്കെ കൂടുതൽ ബീഫ് കഴിക്കുന്ന ആൾക്കാർ BJP-ക്കാരാണ്. പക്ഷെ ബീഫിന്റെ രാഷ്ട്രീയം ന്യൂനപക്ഷങ്ങളെ BJP-യിൽ നിന്ന് അകറ്റാൻ വേണ്ടി, ഈ നാട്ടിലെ മുസ്ലിമും ഈ നാട്ടിലെ ക്രിസ്ത്യാനിയും BJP-ക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന വളരെ കരുതലോട് കൂടിയിട്ടുള്ള, എന്ന് മാത്രമല്ല ഈ നാട്ടിലെ ധാരാളം ജനങ്ങൾ മലയാളികളായിട്ടുള്ള ആളുകൾ ഇറച്ചി കഴിക്കുന്ന ആളുകളാണ്. ഇവരൊക്കെ ഇറച്ചി കഴിക്കുന്നവരെ ഭക്ഷണം കൊണ്ട് BJP-യെ തോൽപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നിന്ന് BJP-യെ തകർക്കുക. ബീഹാർ ഇലക്ഷൻ കണ്ടില്ല, എല്ലാവരും കൂടി ഒറ്റക്കെട്ട BJP-യെ തകർക്കും. അങ്ങനെ എല്ലാവരും കൂടി BJP-യെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമായി. ഇവരൊക്കെ മാധ്യമങ്ങളല്ല, കോൺഗ്രസ് അല്ല, കമ്മ്യൂണിസ്റ്റ് അല്ല, CPI അല്ല, CPM അല്ല, നക്സൽ അല്ല, മുസ്ലിം ലീഗിലെ ഏത് അടകോടൻ. മണ്ഡലം പ്രസിഡന്റ് യതീന്ദ്രദാസ് അധ്യക്ഷനായിരുന്നു. ഗിരീഷ് പറവറമ്പിൽ, സുനിൽ, RR രാധാകൃഷ്ണൻ, ശശീന്ദ്രൻ, KB അജയ് ഘോഷ് എന്നിവരും സംസാരിച്ചു. UDF മതിലകം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാർ ജയിപ്പിക്കുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നും ഏറ്റവും കൂടുതൽ അടിത്തറ ഉണ്ടായിരുന്നത് പിന്നോക്ക ജനവിഭാഗങ്ങളിൽ നിന്നുമായിരുന്നു. ആ പിന്നോക്ക ജനവിഭാഗങ്ങൾക്കിടയിൽ ഇന്ന് മാറ്റമുണ്ടായി. എങ്ങനെ മാറ്റമുണ്ടാകാൻ കാരണമുണ്ടായി? സാമൂഹിക പരിഷ്കർത്താവായ ഒരുപക്ഷെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ അതിന്റെ സാമൂഹിക മൂല്യം പങ്കുവയ്ക്കാൻ വേണ്ടി ശ്രമിച്ച കേരളത്തിൽ പാവപ്പെട്ടവനും സാധാരണക്കാരനും ദുർബലനും നിവർന്നു നിൽക്കാൻ ഒരു നട്ടെല്ലും ഉയർത്തിപ്പിടിക്കാൻ ഒരു ശിരസും അഭിമാനത്തോടെ ജീവിക്കാൻ അഭിമാനബോധം ഉണ്ടാക്കിയ സാമൂഹ്യ വിപ്ലവകാരി ശ്രീനാരായണ ഗുരുദേവനെ കുരിശിൽ തറയ്ക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രതികാരം ചെയ്യാനുള്ള കേരളത്തിന് ഇന്ന് പിന്നോക്ക ജനവിഭാഗം തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ ഗുണം ഒരുപക്ഷെ നിങ്ങൾ പ്രത്യക്ഷത്തിൽ അതിന്റെ ഒഴുക്ക് UDF-ലേക്കില്ലെങ്കിലും അതിനൊഴുക്ക് വർഗീയ ഫാസിസ്റ്റ് ശക്തിയും RSS-ഉം BJP-യും സംഘപരിവാർ ഉൾപ്പെടെയുള്ള പാർട്ടികളിലേക്ക് പോകുന്നു എന്നുള്ളതിനുള്ള ആശങ്ക ഈ കൺവെൻഷൻ നമ്മൾ പങ്കുവയ്ക്കുകയാണ്. കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളിൽ നിന്നിരുന്ന അല്ലെങ്കിൽ ഗുരുദേവനെ പോലെയുള്ള സാമൂഹ്യ വിപ്ലവകാരികളുടെ മൂല്യാധിഷ്ഠിതമായ ആദർശം സ്വീകരിച്ച ദൂർപരിപ്പിന് പിന്നോക്ക ജനവിഭാഗം അവരിന്ന് അപകടകരമായ സ്ഥിതിയിലേക്ക് RSS-ഉം BJP-യും വിശ്വഹിന്ദു പരിഷത്തും ഉൾപ്പെടെയുള്ള ഒരു വർഗീയ ഫാസിസ്റ്റ് ചേരിയിലേക്ക് പിന്നോക്ക ജനവിഭാഗങ്ങളെ ആട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് അപകടകരമാണ്. അത് ഗുരുദേവ ദർശനങ്ങൾക്ക് നേരെ വിപരീതമാണ്. അതിന്റെ കൂടെ ഉള്ളൊരു പ്രത്യേകത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്ന ആ ദുർബല വിഭാഗം CPM-ൽ നിന്നും പോവുകയാണ്. UDF മണ്ഡലം ചെയർമാൻ OA ജെൻറിൻ അധ്യക്ഷത വഹിച്ചു. ഹാഷിം തങ്ങൾ, സുനിൽ അന്തിക്കാട്, KF ഡൊമിനിക്, PN ബാലകൃഷ്ണൻ, CS രവീന്ദ്രൻ, PMA ജബാർ, ഇന്ദിര രാധാകൃഷ്ണൻ, KM ജോസ്, CS ജയൻ, ജിസ്മോൻ ഫ്രാൻസിസ് തുടങ്ങിയവരും സംസാരിച്ചു. UDF ചന്ദ്രാപിന്നി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. കാരണം കേരളത്തിൽ ഒരു ഭരണ തുടർച്ച വരാൻ വേണ്ടി പോകുന്നതിന്റെ ആദ്യം കേരളത്തിൽ സാധാരണ നമ്മുടെ വളരെ മുതിർന്ന കാരണവന്മാരിരിക്കുന്നുണ്ട്. ഒരു തവണ UDF ഭരിച്ചാൽ വേറൊരു തവണ LDF ഭരിക്കും, പിന്നെ തവണ UDF ഭരിക്കും. അങ്ങനെ മാറി മാറിയാണ് കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായ എല്ലാ ഭരണങ്ങളും. ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം EMS നമ്പൂതിരിപ്പാട് കേരളത്തിലെ മുഖ്യമന്ത്രിയായി വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടങ്ങൾ എടുത്താൽ ഓരോ 5 വർഷവും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മാറി മാറി ഗവൺമെന്റുകൾ വരും. കേരളത്തിൽ ആദ്യമായി ഒരു തുടർ ഗവൺമെന്റ് വരാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ കേരളത്തിലെ ഇപ്പോഴത്തെ ഗവൺമെന്റിന് 5 മാസം കഴിഞ്ഞാൽ തുടർ ഭരണം ലഭിക്കാൻ വേണ്ടി പോകുന്ന കേരളത്തിന്റെ ചരിത്ര മുഹൂർത്തത്തിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോകുകയാണ്. ആ സന്ദർഭത്തിന്റെ ഒരു പ്രത്യേകത, ആ സന്ദർഭത്തിൽ ഈ ഒരു 5 കൊല്ലത്തിൽ ഞാൻ ഇതിനു മുമ്പ് 10 കൊല്ലം ഇവിടെ MLA ആളാണ്. എനിക്ക് 10 കൊല്ലം നാട്ടികയിൽ ചെയ്യാൻ പറ്റിയതിന്റെ 100 ഇരട്ടിയാണ് എനിക്ക് 5 കൊല്ലം കൊണ്ട് കൊടുങ്ങല്ലൂർ ചെയ്യാൻ വേണ്ടി പറ്റിയത്. 400 കോടി രൂപയുടെ വികസനമാണ് കൊടുങ്ങല്ലൂരിൽ കഴിഞ്ഞ 30-ാം തീയതി വരെ മാത്രം, കഴിഞ്ഞ മാർച്ച് 31 വരെ, 2015 മാർച്ച് 31 വരെ ഞാൻ MLA ആയ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ, മാള ഉൾപ്പെടുന്ന കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ മാർച്ച് 31 ഭരണാനുമതി കിട്ടിയത് വെറും കടലാസിലും പ്രസംഗത്തിലുമല്ല, TV ചർച്ചയിലുമല്ല. ഭരണാനുമതി കിട്ടി, സാങ്കേതികാനുമതി കിട്ടി, ടെൻഡർ നടത്തി നിർമ്മാണം തുടങ്ങിയതും ഉദ്ഘാടനം ചെയ്തതുമായത് 400 കോടി രൂപയുടെ പദ്ധതിയാണ്.
പി കെ ഷംസുദ്ദീൻ അധ്യക്ഷനായി. സജീവ് വൈനപ്പള്ളി, CC ബാബുരാജ്, CS രവീന്ദ്രൻ, PB താജുദ്ദീൻ, ശോഭ സുവിൻ, VA ആഷിഫ്, KK അഫ്സൽ, സുനിൽ അന്തിക്കാട്, PD സജീവ്, ഉമറുൽ ഫാറൂഖ്, AK ജമാൽ തുടങ്ങിയവരും സംസാരിച്ചു. ഇടവേള.